കൊല്ലം പൂരത്തിലെ കുടമാറ്റത്തിൽ RSS സ്ഥാപകൻ ഹെഡ്ഗേവറിന്റെ ചിത്രം ഉയർത്തിയ സംഭവത്തിൽ ശക്തമായി പ്രതിഷേധിച്ച് ആശ്രമം ക്ഷേത്രോപദേശക സമിതി. സംഭവത്തിൽ അട്ടിമറി ഉണ്ടായതായി ക്ഷേത്രോപദേശക സമിതി. RSS നിയന്ത്രണത്തിലെ പുതിയകാവ് ക്ഷേത്രം ചെയ്തത് വിശ്വാസികളോടുള്ള അനാദരവ്. 14 പൂരം കമ്മിറ്റികളുടെ യോഗം ഇന്ന് നടക്കും. കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രഭരണത്തിൽ RSS മേൽക്കോയ്മ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് നിയമലംഘനമെന്ന വിലയിരുത്തൽ ഉപദേശക സമിതിക്കുണ്ട്. ഈശ്വരനാമത്തിൽ പുതിയകാവ് ദേവസ്വത്തെ വിശ്വസിച്ചു, പക്ഷേ അവർ ചതിച്ചു. 30 വർഷത്തിൽ ഇതാദ്യമായി പുതിയകാവ് ദേവീക്ഷേത്ര ഭാരവാഹിയിൽ നിന്ന് ദൈവത്തിന് നിരക്കാത്ത നടപടി ഉണ്ടായെന്നും വിശ്വാസികളും പറയുന്നു. അഡ്വൈസറി കമ്മിറ്റി കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പുതുകാവ് അമ്പലത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഗുരുതര വീഴ്ചയാണ് ഇന്നലെ സംഭവിച്ചത്. അതിൽ അഡ്വൈസറി കമ്മിറ്റി ശക്തമായി പ്രതിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു കാരണവശാലും ഉണ്ടാവരുതായിരുന്നു. ഒന്നാമത് ഈ അടുത്തടുത്തുള്ള സംഭവങ്ങൾ മുഖാന്തരം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഈ ഉപദേശ സമിതിയാണ് ബാധിക്കുന്നത് മൊത്തം. അതുകൊണ്ട് അതിനെതിരെ അഡ്വൈസറി കമ്മിറ്റി ശക്തമായി പ്രതിഷേധിക്കുന്നു. ആദ്യമായിട്ട് RSS നിയന്ത്രണത്തിലെ പുതിയകാവ് ക്ഷേത്രം ചെയ്തത് വിശ്വാസികളോടുള്ള അനാദരവാണെന്ന് പൂരം കമ്മിറ്റി വൈസ് ചെയർമാൻ വിജയേന്ദ്രനും പറഞ്ഞു. അത് ഈ കൊല്ലത്തെ ഭക്തജനങ്ങളോട് അവർ കാണിച്ച ഏറ്റവും വലിയ അനാദരവായി പോയി. ഇവിടുത്തെ വിവിധ മതസ്ഥരുടെയും മറ്റ് ക്ഷേത്രവിശ്വാസികളുടെയും എല്ലാം അവരുടെ എല്ലാം ഒരു വലിയ കൊല്ലത്തിൻ്റെ ദേശീയോത്സവമായ ഈ ചടങ്ങിൽ ഇങ്ങനെ ഒരു കാഴ്ച ഒരുക്കിയത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ല. അത് അവരെ പോലെ ഒരു മഹാക്ഷേത്രത്തിൽ നിന്ന് സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതുമല്ല. RSS രാഷ്ട്രീയവും ആശയങ്ങളും ഉത്സവങ്ങളിൽ ഒളിച്ചു കടത്തുന്ന നിരവധി സംഭവങ്ങൾ കൊല്ലം ജില്ലയുടെ പല ഭാഗത്തായി അരങ്ങേറുന്നു. ഉത്സവങ്ങളും മതാചാരങ്ങളും രാഷ്ട്രീയ പ്രചാരണ വേദിയുമാക്കുന്നു. കോട്ടുകൽ ദേവീക്ഷേത്രത്തിൽ അടുത്തിടെ ഉണ്ടായ സംഭവവും തൃക്കടവൂർ ശിവക്ഷേത്രത്തിൽ ഏറെ നാളായി തുടരുന്ന നിയമലംഘനവും ഇതിന് തെളിവാണ്. കടകപൂരങ്ങൾ ഒരുക്കുന്ന 14 ക്ഷേത്രങ്ങളുടെ യോഗവും ഇന്ന് ആശ്രാമം ക്ഷേത്രമുറ്റത്ത് നടക്കും. കൈരളി ന്യൂസ്, കൊല്ലം.